വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഴ്ചയിലെ ഓരോ ദിവസങ്ങളും കർത്താവ് പുതിയ കാര്യങ്ങൾ നമ്മളോട് റിവീൽ ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് മോർണിംഗ് ഗ്ലോറി. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വചന സന്ദേശത്തിലൂടെയും കർത്താവ് അതിശക്തമായ ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് ദ മൈറ്റി ഹെൽപ്പർ ഇസ് വിത്ത് അസ്. ശക്തനായ നമ്മുടെ സഹായി നമ്മോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന ഒരു ആമേൻ പറഞ്ഞാലും ലൈവ് ചാറ്റിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആമേൻ ഇടാം. അത് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. ശക്തനായ ഒരു ദൈവം, ഹല്ലേലൂയ, എബനേസർ ആയവൻ, എൽ ഷദായ് ആയവൻ, ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമുക്ക് ഈ സമയത്ത് അത് ഓർത്ത് നമുക്ക് മുൻപിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ നമുക്ക് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇന്ന് നമുക്കൊരു കോ സ്പോൺസറാണ് ഉള്ളത്. വി ഹാവ് ഫസ്റ്റ് ഓഫ് ഓൾ ആൻ ഫ്രം പെരുമ്പാവൂർ. ഇന്ന് ആൻ്റെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ പുതിയ വർഷം ആൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഉയർന്ന ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ദൈവിക പ്രകാരമുള്ള കോഴ്സ് എടുക്കുവാൻ കർത്താവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പുതിയ വർഷത്തിന് വേണ്ടിയുള്ള സകല അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു മറ്റു കോ സ്പോൺസർ ഉള്ളത് നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്ത് ഫ്രം സൗത്ത് ആഫ്രിക്ക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യ സിസ്റ്ററിൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആ സ്ഥലമാറ്റം ദൈവിക ഹിതപ്രകാരം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ഫേവർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വി റിലീസ് എ ഫേവർ അപ്പോൺ ദിസ് ഫാമിലി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ ഫോർ ഡൂയിങ് ദാറ്റ്. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ, ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. യു ക്യാൻ ഡെഫിനറ്റ്ലി ബി എ പാർട്ട് ഓഫ് ആർ ടീം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്നത് പോലെ അടുത്ത ആഴ്ച നമുക്ക് ചില സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുന്നു. നമുക്ക് കോഴിക്കോടിൽ നമ്മുടെ നോർത്ത് മെഗാ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. ബ്രദർ ഡാമിയനും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമ്മുടെ ഫുൾ ടീമായിട്ട് നമ്മൾ വന്ന് ശുശ്രൂഷിക്കുന്ന 2 day മീറ്റിംഗ് ആണ്. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ December 14-15 ട്രിവാൻഡ്രത്ത് നമ്മുടെ സൗത്ത് ഏരിയയുടെ മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ ഈ 2 മീറ്റിംഗ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക, ഇതിലേക്ക് കടന്നു വരിക. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ചർച്ചിൽ എൻകൗണ്ടർ നൈറ്റ് നടക്കുകയാണ്. മാസത്തിലൊരിക്കൽ നടക്കുന്ന നമ്മുടെ നൈറ്റ് പ്രെയർ ആണ്. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. രാത്രി 7 മണി മുതൽ നമ്മൾ 12 o'clock മിഡ് വരെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ടൈമാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് എൻകൗണ്ടേഴ്സ്. ദൈവമായിട്ട് മുട്ടുന്ന ചില അനുഭവങ്ങൾ പലവർക്കും ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്കും അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. നാളെ രാത്രി 7 മണിക്ക് കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ വെച്ച്. സോ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. വലിയ സന്തോഷം കർത്താവിൻ്റെ വചനവുമായി ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ കർത്താവ് ഒരു അവസരം കൂടി തന്നല്ലോ. Can I tell you something? Today is going to be a great day in your life. ഇന്നത്തെ ദിവസം കർത്താവ് ചിലത് ചെയ്യും. ഒരു ആമേൻ പറഞ്ഞേ. ലൈഫ് ചാറ്റിലൊക്കെ ഒരു ആമേൻ ഇട്ടേ. വാവ്. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എടുത്തോ, വേദപുസ്തകം ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ, പേനയോ സാധനങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ ഒരാളൊരു നല്ല ജോക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, ക്ലീൻ ജോക്ക് ഒരാൾ പറഞ്ഞു, അതിൻ്റെ മെയിൻ ഒരു സാധനം ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നാളുകളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. വചനങ്ങൾ കേട്ടാൽ വിടരുത്. നല്ല സന്ദേശങ്ങൾ കേട്ടാൽ ടൈപ്പ് ചെയ്യുക, ഓഡിയോ റെക്കോർഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. വീണ്ടും കേൾക്കുക. ഇതിലൊക്കെ വലിയ അനുഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ? നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് മറ്റുള്ളവരാരുടെയും സഹായമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല.
we need somebody's help. We need many people's help. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, God did not create us as independent beings but interdependent beings. അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടണമേ. We are not independent but we are interdependent. We are created like that. Man is a social being, അല്ലേ? നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹമായി ജീവിക്കാനാണ്. ഒറ്റയ്ക്ക് ഒരാൾ മാത്രം പോയി ഒരു പർവ്വതത്തിൽ ഒരു മനുഷ്യ സംസർഗവുമില്ലാതെ ഒരു വ്യക്തികളോടും ബന്ധമില്ലാതെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആദമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഏതായാലും ശരിയല്ല, ഇവനൊരു ഹെൽപ്പർ വേണം. അങ്ങനെയാണ് ഹവ്വയെ കൊടുക്കുന്നത്. സോ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കളുണ്ടാകാൻ തുടങ്ങി, തലമുറകൾ ഉണ്ടാകാൻ തുടങ്ങി, കുടുംബങ്ങളായി, കുടുംബങ്ങൾ സമൂഹമായി, സമൂഹങ്ങളിൽ നിന്നും വിവിധ ഗോത്രങ്ങൾ വന്നു, നരവംശങ്ങൾ വന്നു, പിന്നെ അങ്ങ് പോയി. ഇപ്പോൾ കൈവിട്ടു പോയ രീതിയിൽ ലോക ഭൂഖണ്ഡങ്ങളിലെല്ലാം പരന്നു കിടക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യവംശം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ദൈവം ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം വൺ ബ്ലഡ് എന്നാണ്. ഒറ്റ രക്തത്തിൽ നിന്ന് എല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ പല ബ്ലഡ് ഗ്രൂപ്പ്സും അതും ഇതൊക്കെ ഉണ്ട്. മനുഷ്യരാണെങ്കിൽ നമുക്ക് 2 ലെവലിൽ, മിനിമം 2 ലെവലിൽ നമുക്ക് ഹെൽപ്പ് ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും 2 ലെവലിൽ. ഫസ്റ്റ് ലെവൽ, we need support and help from other men and women around us, other people around us. അതായത് നമ്മൾ മനുഷ്യരാണെങ്കിൽ ചുറ്റിലുമുള്ള പലരുടെയും സഹായം നമുക്ക് ആവശ്യം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ക്യാമറാമാനുണ്ട്, ഓഡിയോ കാര്യങ്ങൾ നോക്കാൻ വേറൊരാളുണ്ട്. 2 പേർ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലുണ്ട്. ഈ 2 പേരുടെ സഹായത്തോടു കൂടിയാണ് റെക്കോർഡിങ് നടക്കുന്നത്. ഇതിനുശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും ഒത്തിരി പേരാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് ഞാൻ അങ്ങ് വിചാരിച്ചാൽ ഇതങ്ങ് വരികയല്ല. I need help from others. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ സൃഷ്ടിയല്ലേ? ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് എത്ര വയസ്സുണ്ടായിരുന്നു? കുഞ്ഞായിട്ട് ഹോസ്പിറ്റൽ ലേബർ റൂമിൽ ജനിക്കുമ്പോൾ നമുക്കറിയാം, 1-ാം ദിവസം 2-ാം ദിവസം അങ്ങനെ വന്ന് 6 മാസമായി, 9 മാസമായി, 10 മാസമായി, 11ആയി, 12-ാം മാസം സെയിം ഡേറ്റ് വരുമ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് നമ്മൾ പറയുന്നു. ചിലരത് സെക്കൻഡ് ബർത്ത്ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം അമ്മയുടെ ഉദരത്തിലൊരു 10 മാസമുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേയും 1 വർഷം കഴിയുമ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ആയിട്ട് കൗണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് ജനിച്ച 1 വർഷം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ചോദ്യം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കൈക്കുഞ്ഞായിട്ടല്ല സൃഷ്ടിച്ചത്, അല്ലേ? ഒരമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനെ പോലെ അല്ല സൃഷ്ടിച്ചത്, ഫുൾ മാനായിട്ടാണ്. വിദഗ്ധാഭിപ്രായം എങ്ങനെയാണ്? ആ സമയത്ത് ഏകദേശം 30 വയസ്സിൻ്റെ ഒരു വളർച്ച ആ ശരീരത്തിലുണ്ട്. 30 വയസ്സ് എന്നാണ് അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത്. 30 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ടില്ല, പക്ഷെ 30 വയസ്സുള്ളൊരു മനുഷ്യൻ്റെ രൂപം, ഘടന ഒക്കെ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവ മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ഹി നീഡഡ് ഹെൽപ്പ്. അതുകൊണ്ട് ചുറ്റും മൃഗങ്ങളിലോ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഹെൽപ്പ് ഒരു ഹെൽപ്പ് മീറ്റ് വേണം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും എങ്ങും കിട്ടിയില്ല. അപ്പോഴാണ് ദൈവം തന്നെ ഇടപെട്ട് അവനെ ഗാഢനിദ്ര വരുത്തി അവൻ്റെ വശത്ത് നിന്നും ഒരു പാർട്ടെടുത്ത് അവളെ നാരിയാക്കി മുമ്പിൽ കൊണ്ടുവരുന്നു. അങ്ങനെ നരനും നാരിയും, മാൻ ആൻഡ് വുമൺ, ഫസ്റ്റ് ഫാമിലി, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ വുമണെ, ഭാര്യയെ കൊടുത്തതുപോലെ അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ഇവനൊരു തക്ക തുണ, ഹെൽപ്പ് മേറ്റ് ആവശ്യമാണ്. അങ്ങനെയാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം ഇവന് കൈയുണ്ട്, കാലുണ്ട്, അവയവങ്ങളെല്ലാം ഉണ്ട്, ജോലിയെടുക്കാൻ ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും, ദൈവം ഉണ്ടായിട്ടും
അവനൊരു മനുഷ്യ സഹായം ആവശ്യമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മനുഷ്യ സഹായം. പറഞ്ഞേ, ഹെൽപ്പ് ഓഫ് മാൻ. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇടണം. ഇൻ ദ ഫസ്റ്റ് ലെവൽ വി നീഡ് സപ്പോർട്ട് ഫ്രം മാൻ, ദ ഹെൽപ്പ് ഓഫ് മാൻ, മനുഷ്യ സഹായം. വി നീഡ് ഹെൽപ്പ് ഫ്രം പീപ്പിൾ അറൗണ്ട് us, men and women around us. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ഒത്തിരി തയ്യൽക്കാരുണ്ട്, നന്നായിട്ട് തയ്ക്കും. പക്ഷേ they need some customers who will give them work and money. ഒരു തയ്യൽക്കാരന് ജീവിക്കണമെങ്കിൽ വസ്ത്രത്തിൻ്റെ ആവശ്യമുള്ള കുറേ കസ്റ്റമേഴ്സ് വരണം. എനിക്കൊരു ഷർട്ട് തയ്ക്കണമല്ലോ, എനിക്കൊരു ചുരിദാർ തയ്ക്കണം, എനിക്കൊരു ബ്ലൗസ് തയ്ക്കണം, എനിക്കൊരു ഇന്ന പാൻസ് തയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരും. അവരില്ലെങ്കിൽ ഈ ടൈലർ വെറുതെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ടൈലർക്ക് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ, കസ്റ്റമേഴ്സിൻ്റെ സഹായമില്ലെങ്കിൽ അയാൾ ടൈലർ ആവില്ല. ഇനി എനിക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് ആരെ ആവശ്യമാണ്? ഒരു ടൈലർ ആവശ്യമാണ്. സോ ഇവിടെ കാണുന്നത് എന്താണ്? ഒരു വർക്കർക്ക് അത് ആവശ്യമുള്ള ആളും കസ്റ്റമേഴ്സും, കസ്റ്റമേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റിയ ആളും ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഒരു ടീച്ചറാണെന്നിരിക്കട്ടെ, ഒരു അധ്യാപകൻ ആരാവശ്യമാണ്? സ്റ്റുഡൻസിന് ആവശ്യമാണ്. ഒത്തിരി സ്കൂളുകൾ ചില ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നു. സ്കൂളിൽ 4ാം ക്ലാസ്സിൽ 3 ഡിവിഷനുണ്ട്. അതിൽ 3ാമത്തെ ഡിവിഷനിൽ കുട്ടികളില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഡിവിഷൻ കട്ട് ചെയ്ത് കളയും. അങ്ങനെ 2 ഡിവിഷനെ കണ്ടു ടീച്ചർക്ക് ജോലി പോകാൻ സാധ്യതയുണ്ട്. സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ എന്നാൽ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ ആവശ്യമാണ്, ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ ആവശ്യമാണ്. ശരിയാണോ? ഇതുപോലെ തന്നെ ഒരു ലാൻഡ് ലോഡ് കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്കൊരു ടെനൻറ്റിനെ ആവശ്യമാണ്, അല്ലേ? കുടികിടപ്പുവിന്, അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് പണിതിട്ടിട്ടുണ്ട്. വാടകക്കാരെ കിട്ടിയില്ലെങ്കിൽ അത് ചുമ്മാ കിടക്കും, അതുകൊണ്ട് വരുമാനം ഉണ്ടാകില്ല. ഇനി എനിക്ക് വീടില്ല, എനിക്കൊരു വാടക വീട് ആവശ്യമാണ്. അതുള്ള ലാൻഡ് ലോഡ്സിനെ എനിക്ക് ആവശ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുപോലെ വിവിധ തരത്തിലുള്ള എംപ്ലോയേഴ്സ്, തൊഴിലുടമകൾ, തൊഴിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിവുള്ളവർക്ക്, അവർക്ക് എംപ്ലോയീസിന് ആവശ്യമാണ്, തൊഴിലാളികൾ ആവശ്യമാണ്. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സമൂഹമാണ് ലോകമെമ്പാടുമുള്ളത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും, പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും, ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിലും, ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും, സാധാരണ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, പട്ടാള മേധാവിയാണെങ്കിലും, ഇങ്ങ് താഴേക്ക് വന്ന ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോയി, ഏറ്റവും താഴെ പോയി ഒരു കുടിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും സഹായം ആവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമാണ്. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996011. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അറിയില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയാൽ വി നീഡ് എ ഗൈഡ്, അല്ലേ? വഴി കാട്ടാൻ ഒരാളെ നമുക്ക് ആവശ്യമായി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ചില സമയത്ത് നമ്മൾ ഇമോഷണലി ഭയങ്കരമായി ഡ്രെയിൻഡ് ആയിപ്പോകും. എന്ന് വെച്ചാൽ, എത്രയോ മെസ്സേജുകളാണ് എനിക്ക് കിട്ടുന്നത്. ബ്രദറെ, എനിക്കൊരു വോയിസ് മെസ്സേജ് അയക്കാം, എനിക്കൊരു പ്രാർത്ഥിച്ചൊരു ഓടി വിടാമോ, എനിക്കൊരല്പം കംഫർട്ട് ചെയ്തൊരു ആശ്വാസവാക്ക് പറയാമോ, എനിക്കൊരു പ്രവചന ദൂത് തരാമോ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ? എത്രയോ പേർ. Because people are seeking for comforters. People are seeking for prophets. People are seeking for guides and leaders. അവർക്കത് വേണം. അപ്പോൾ ഞാൻ ഇമോഷണലി ഡ്രെയിൻ ആകുമ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഇമോഷണലി ഒന്ന് താങ്ങിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ആ ആത്മഹത്യ ചിന്താഗതി വരുമ്പോൾ
ആരെങ്കിലും ഒന്ന് ചെന്ന് എൻകറേജ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്നും ആ നിമിഷാർത്ഥത്തിലുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുമായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി ഹെൽപ്പ് ലൈനുകളുണ്ട്. പക്ഷെ സമയത്ത് ഒരാൾ ഇടപെട്ടില്ലെങ്കിൽ എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, ഒരു ഹോട്ടൽ റൂമിൽ ഒരാൾ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. വിഷക്കുപ്പി എന്തോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, കുറിപ്പ് റെഡിയാക്കി, ആത്മഹത്യാ കുറിപ്പ്, സൂയിസൈഡൽ നോട്ടൊക്കെ തയ്യാറാക്കി നിൽക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന ഒരാള് ഒരു വിശ്വാസിയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവവൈതലാണ്. ഉള്ളിൽ തോന്നുകയാണ് അപ്പുറത്തെ മുറിയിൽ വാതിൽ ചെന്ന് മുട്ടണം അകത്ത് തോന്നുകയാണ്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഒരു മുറിയിൽ താമസിക്കുന്ന ഒരു അപരിചിതനായ ഒരാൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ കഥകിൽ ചെന്ന് മുട്ടുക എന്ന് പറയുന്നത് നോബഡി വിൽ ഡു. അവിടെ ആരാ താമസിക്കുന്നത് അറിയില്ലല്ലോ. പക്ഷെ ശക്തമായ അകത്ത് വരികയാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രേരിപ്പിക്കുകയാണ്. അവസാനം സഹിக்க വയ്യാതായി വാതിൽ തുറക്കുന്നു, ആ കഥകിൽ ചെന്ന് മുട്ടുന്നു, തുറക്കുന്നില്ല, വീണ്ടും മുട്ടുന്നു, തുറക്കുന്നില്ല, വീണ്ടും മുട്ടുന്നു. കുറേ നേരം മുട്ടിക്കഴിയുമ്പോൾ കുപ്പിയായിട്ട് ഒരാൾ നിൽക്കുകയാണ്, വിഷം കുടിക്കാൻ വേണ്ടി. അയാൾ അകത്തോട്ട് കയറുന്നു, നല്ല വർഷിപ്പ് മ്യൂസിക് വെക്കുന്നു, മൂഡ് മാറ്റുന്നു, ആളെ രക്ഷിക്കുന്നു. ആ ടൈമിൽ ചെന്നതല്ലേ. ഇതുപോലെ തന്നെ മറ്റൊരു സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ കയറിട്ടു, സ്റ്റൂളിൽ കയറിയല്ലേ കയറെടുത്ത്, എന്നിട്ട് കയറിൽ തൂങ്ങി സ്റ്റൂള് കാലുകൊണ്ട് തന്നെ തട്ടാൻ വേണ്ടി നിൽക്കുന്ന ആ സെക്കൻഡിന്റെ തൊട്ട് മുമ്പ് ഡും 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 മുട്ടുകൾക്കെയാണ്. കാരണം ഒരാളെ ദൈവം ആ സമയത്ത് പ്രേരിപ്പിച്ച്, ഈ ദൈവാത്മാവ് ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ആൾ പോയില്ലെങ്കിലോ ഇയാൾ തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ, നിരാശയുടെ എന്തിനെ പറയാ ബോട്ടംലെസ് പിറ്റിലേക്ക്, അഗാധ കൂപത്തിലേക്ക് വീഴുമ്പോൾ, ഹോപ്പ്ലെസ് ആയി ചിന്തിക്കുമ്പോൾ, മറ്റൊരാൾ ആശ്വസിപ്പിച്ചാൽ നിരാശയിൽ നിന്ന് പൊക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് നല്ല രീതിയിൽ എടുക്കണേ. ഒത്തിരി പേര് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, മുറിയിലേക്ക് പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ തകർന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി, the world is ending, his world is ending, her world is ending, my world is ending എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുകയും ശുശ്രൂഷിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ കണ്ണുകൾ വിടരുന്നു, തെളിയുന്നു, മുഖം പ്രകാശിക്കുന്നു, ഫേഷ്യൽ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആകുന്നു, ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ദൈവം എന്നെ കൈവിട്ടിട്ടില്ലല്ലേ ബ്രദറെ, കർത്താവിൻ്റെ കൈ എനിക്ക് ഇനിയും ജീവിക്കാം. ഓ മൈ ഗോഡ്, അത് കാണുന്നതാണ് എൻ്റെ ഉള്ളിലെ സന്തോഷം. അങ്ങനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്നത് കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷമല്ലേ. എത്രയോ പേര് അങ്ങനെ തിരികെ പോകുന്നത് കണ്ടിട്ടുണ്ട്. കൃപയാൽ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളടുത്ത് വരുന്ന ആരെയും ഒന്ന് എൻകറേജ് ചെയ്യണം, ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരാളെയെങ്കിലും ഞാൻ എൻകറേജ് ചെയ്യും, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, മനസ്സിലൊന്ന് ഒന്ന് 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 ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി വന്ന് ചർച്ചിലിരിക്കുക. ചർച്ചിൽ പലരും ഇങ്ങനെ കസേരയിലിരിക്കുമ്പോൾ ഇദ്ദേഹം വന്നിരിക്കുകയാണ്. ആ സമയത്ത് സ്തോത്രക്കാഴ്ചയുടെ സമയമായപ്പോഴേക്കും സ്തോത്രക്കാഴ്ച എടുക്കുന്ന ആളിങ്ങനെ പാത്രമായിട്ട് അല്ലെങ്കിൽ ബാഗുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സ്തോത്രക്കാഴ്ച എടുക്കുന്ന ഒരാളുടെ ഉള്ളിൽ പറയുകയാണ്, ആ ഇന്ന നിരയിൽ ഇന്നയാളെ പോയി തോളിൽ സ്പർശിക്കുക. അകത്തിങ്ങനെ തോന്നുക. ഇറ്റ്സ് ലൈക്ക് എ വിയേർഡ് ഫീലിംഗ് അല്ലേ. സ്തോത്രക്കാഴ്ച എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോയി ഒരാളുടെ തോളിൽ തൊട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൻസിബിൾ അല്ല. സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ സ്തോത്രക്കാഴ്ച എടുത്ത് അവിടെ എത്തിയ സമയത്ത് ആ തോളിലിങ്ങനെ തട്ടി എന്നിട്ടത് പോവുകയും ചെയ്തു. വൈകിട്ടായപ്പോഴേക്കും ആ ആൾക്കൊരു ഫോൺ കോൾ വരികയാണ്. ഈ സ്തോത്രക്കാഴ്ച എടുത്ത ആൾക്കൊരു ഫോൺ കോൾ വരികയാണ്. ഐ എം ഡോക്ടർ സോ ആൻഡ് സോ,
I was there in the church today, and I asked the Lord, if any life remains for me, somebody should come and pat the shoulder so that I can understand that you love me and I have a future. ദൈവത്തോട് പറഞ്ഞ അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യമാണ്. ഇന്ന് ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ ഇനിയൊരു ജീവിതമുണ്ട്, ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു, എനിക്കൊരു ഭാവി ഉണ്ടെന്ന് തിരിച്ചറിയാം. അത്രത്തോളം നിരാശയിലാണ്. ആരെങ്കിലും ഒരാൾ ഇന്ന് വന്ന് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടണം, അതൊരു അടയാളമായി ഞാൻ വിശ്വസിക്കും. എന്ത്? ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമായി ഞാൻ എടുക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞു. റീസെൻ്റ്ലി ഐ ഗോട്ട് ഡിവോഴ്സ്ഡ്. അദ്ദേഹം ഒരു വിവാഹമോചനത്തിലൂടെ പോയി. ജീവിതാകെ തകർന്നു, തരിപ്പണമായി. ആ സമയത്ത് തകർന്നിരിക്കുന്ന സമയത്താണ് ദൈവത്തോട് ഇത് പറയുന്നത്. ഇന്ന് ഞാൻ ചർച്ചിൽ പോകുമ്പോൾ എനിക്കൊരു അടയാളമായത് സംഭവിക്കണം. സ്തോത്രക്കാഴ്ച എടുക്കുന്ന അഷർ ഉള്ളിൽ പരിശുദ്ധാത്മത്തോട് തട്ടി. And he started crying. ചെറിയൊരു കാര്യം, ഒന്ന് തട്ടി, പക്ഷെ ഒരു ലൈഫിനെയാണ് രക്ഷിച്ചത്. അതും ഒരു ഡോക്ടറുടെ. ഞാൻ പറയാം, സമൂഹത്തിൽ ഉന്നതന്മാരെന്നും ഒക്കെ വിചാരിക്കുന്നവരും പലരും തകർന്നവരാണ്. വലിയ വലിയ കാറുകളിൽ പോകുന്നവർ, വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നവർ, പുറത്തുനിന്ന് നോക്കിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുന്ന പല കുടുംബങ്ങളിലും ഇന്റേണലി വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്കെല്ലാം ആശ്വാസം ആവശ്യമാണ്. ഒന്ന് അപ്ലിഫ്റ്റ്മെൻ്റ് ആവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ എന്താവശ്യമാണ്? നമ്മളെ മാനസികമായി അപ്ലിഫ്റ്റ് ചെയ്യുന്ന പലരുടെയും സ്പർശനം ആവശ്യമാണ്, എൻകറേജ്മെൻ്റ് ആവശ്യമാണ്, ഇൻസ്പിറേഷൻ ആവശ്യമാണ്. ഫ്രണ്ട്സ്, സ്പൗസസ്, കൊലീഗ്സ്, ബിലീവേഴ്സ്, ചർച്ച് മെമ്പേഴ്സ്, ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സഹായം നമുക്ക് ആവശ്യമുള്ളത്. എന്താണെന്ന് പറഞ്ഞേ? മനുഷ്യ സഹായം. മനുഷ്യരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ഒരു മനുഷ്യൻ്റെയും ഒരു ഔദാര്യവും വേണ്ട. ഇതൊക്കെ നമ്മൾ വീമ്പിളക്കും, പക്ഷേ നമ്മളകത്ത് കേഴുന്നുണ്ട്, എനിക്ക് ഇന്ന ആളെ സഹായിക്കണം. നമ്പർ 2, the second level. In the second level, we need support from someone greater than man. മനുഷ്യൻ്റെയും മുകളിലുള്ള ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, മനുഷ്യരുടെ മുകളിൽ അതാരാണ്? ദൈവത്തിൻ്റെ സഹായം. അപ്പോൾ ദൈവസഹായം, 2 സഹായം കുറഞ്ഞത് നമുക്ക് ആവശ്യമാണ്. ഏതൊക്കെയാണ്? മനുഷ്യ സഹായം, ദൈവസഹായം. കമൻറ്റ് സെക്ഷനിൽ ഇത് കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിടുക, I need 2 level help. എന്തൊക്കെയാണത്? 1, help from man. Number 2, help from God. മനുഷ്യ സഹായം, ദൈവസഹായം. 121 സങ്കീർത്തനം വായിക്കുമ്പോൾ അത് വളരെ ക്ലിയറാണ്. Psalm 121 verses 1 to 8. ആദ്യത്തെ 8 വചനങ്ങൾ അതിലുള്ളൂ. അതിൽ പറയുന്ന, I lift up my eyes to the mountains. Where does my help come from? ഒന്ന് മനുഷ്യൻ്റെ സഹായം, പക്ഷേ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. മനുഷ്യൻ ഇവിടെയൊക്കെയാണ്, പക്ഷെ ഞാൻ മുകളിലേക്ക്. മനുഷ്യന് സഹായിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ഐ നീഡ് ഹെൽപ്പ് ഫ്രം ഗോഡ്. പറയുന്നത് കേട്ടോ, മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്, ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ആകാശഭൂമികൾ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് അത്ര എൻ്റെ സഹായം വരുന്നത്. He will not let your foot slip. അവൻ നിന്റെ കാല് വഴുതാൻ സമ്മതിക്കില്ല, ഈ സഹായം ഉണ്ടെങ്കിൽ. So I lift up my eyes to the hills. Where does my help come from? അപ്പോൾ ഇങ്ങനൊരു സഹായം ഉണ്ടെങ്കിൽ കാല് വഴുതുകയില്ല. പിന്നെ പറയാ, He who watches over you will not slumber. നിന്നെ പരിപാലിക്കുന്നവൻ, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നയാള് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഉറങ്ങുകയില്ല. Indeed, he who watches over Israel will neither slumber nor sleep. ഇസ്രായേലിൻ്റെ ദൈവം, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന, പരിപാലിക്കുന്ന ദൈവം ഉറങ്ങുകയുമില്ല, മയങ്ങിയില്ല, ഉറക്കം തൂങ്ങുകയില്ലെന്നാണ്. The Lord watches over you. The Lord is your shade at your right hand. കർത്താവ് നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ വലത് ഭാഗത്ത് നിനക്ക് തണലാകും. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഷെയ്ഡ് തരും.
അതിനുശേഷം പറയുക, ദ സൺ വിൽ നോട്ട് ഹാം യു ബൈ ഡേ. പകൽ സൂര്യൻ നിന്നെ ബാധിക്കുക, സൺസ്ട്രോക്ക്. ദ മൂൺ ബൈ നൈറ്റ്, രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കില്ല. ഈ ലൂണാർ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രരോഗം എന്നൊക്കെ പറയുന്ന പോലെ. ദ ലോർഡ് വിൽ കീപ് യു ഫ്രം ഓൾ ഹാം. സകലവിധ ദോഷത്തിൽ നിന്ന് കർത്താവ് നിന്നെ പരിപാലിക്കും. ഹി വിൽ വാച്ച് ഓവർ യുവർ ലൈഫ്. അവൻ നിന്റെ ജീവിതത്തെ പരിപാലിക്കും. ദ ലോർഡ് വിൽ വാച്ച് ഓവർ യുവർ കമ്മിങ് ആൻഡ് ഗോയിങ് ബോത്ത് നൗ ആൻഡ് ഫോർ എവർമോർ. ഇന്ന് മുതൽ എന്നേക്കും നിന്റെ വരവും പോക്കും എല്ലാം അവൻ പരിപാലിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഗാഡ് ഈസ് എ സുപ്രീം ഹെൽപ്പർ അല്ലേ. സാധാരണ മനുഷ്യന് സഹായിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു സഹായമാണ് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നോ വൺ ക്യാൻ ഹെൽപ്പ് us the way he can. കർത്താവ് സഹായിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മെ സഹായിക്കാൻ സാധ്യവുമല്ല. എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, 2 ലെവലിലുള്ള സഹായം നമുക്ക് ആവശ്യമാണ്. ഒന്ന് മനുഷ്യ സഹായം, 2 ദൈവസഹായം. ഇതിൽ മനുഷ്യ സഹായം വരണമെങ്കിൽ ദൈവമാണത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ശത്രുക്കളെ പോലും നമ്മോട് നിരപ്പിക്കാൻ, മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കാൻ, നേരത്തെ ചിലവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ദൈവം ചിലരുടെ അകത്ത് തോന്നലുകൾ കൊടുത്തിട്ട് അവർ വന്ന് വാതിക്കൽ മുട്ടി മരണത്തിൻ്റെ വായിൽ നിന്നും കർത്താവ് വലിച്ചെടുക്കും. അല്പം പൈസ ഒരാൾ നിന്ന് സഹായിക്കണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കോർഡിനേഷനിൽ അത് നടക്കണം. 2 ദൈവത്തിൻ്റെ സഹായം. ദൈവത്തിൻ്റെ സഹായം ഏറ്റവും ഉന്നതമായ സഹായമാണ്. അതിന് മെയിൻലി ചെയ്യേണ്ടത് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ നോട്ടം, നമ്മുടെ ആശ്രയം, നമ്മുടെ പ്രാർത്ഥന എല്ലാം അവനിലേക്കായിരിക്കണം. കൈ ഒന്ന് TV സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നീട്ടാമോ? കർത്താവേ, ഞങ്ങൾക്കെല്ലാം സഹായം ആവശ്യമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്കെല്ലാം സഹായം ആവശ്യമാണ്. ഇപ്പോൾ അങ്ങ് കൈ നീട്ടണമേ. സമയത്ത് സാമ്പത്തിക സഹായമാകാം, ഒരു ഇമോഷണൽ സപ്പോർട്ടാകാം, മെൻ്റൽ സപ്പോർട്ടാകാം, രോഗസൗഖ്യമാകാം. കർത്താവ് കൊടുക്കണമേ. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അതായത് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരുടെ വിവാഹം നടക്കാൻ വേണ്ടി. ആരും റെഡി? ഒരു പക്ഷേ ഇത്തിരി ഏജ് കൂടിപ്പോയി എന്നൊക്കെ ആയിരിക്കും ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങുന്നില്ല. ആദമിന് ദൈവം തക്ക തുണയെ കൊടുത്തെങ്കിൽ, ഇസ്ഹാക്കിന് ഒരു റബേക്കയെ കൊടുത്തെങ്കിൽ, തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവെ, ഇത് കാണുന്ന യുവതി യുവാക്കന്മാർ, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരാരായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു മാസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സഹായം ഇവർക്ക് കൊടുക്കണമേ. തക്ക സമയത്ത് ഒരു തുണ അവർക്ക് ലഭിക്കട്ടെ. താങ്ക് യു ജീസസ്. രോഗികൾ സൗഖ്യമാകട്ടെ, കൂട്ടത്തോടെ സൗഖ്യം. മൈഗ്രെയിൻ തുടങ്ങി ടോയ്ലറ്റിലേക്ക് ബ്ലഡ് പോകുന്ന അവസ്ഥകൾ വരെയുള്ള സകലത്തിൻ്റെ മേൽ വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇത് ഈ ലിങ്കിൽ എടുത്ത് സ്റ്റേറ്റസിലിടുക, ഇവർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7, 8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111 996011.